നാളെ നടക്കുന്ന ടാസ്ക് ഏതാണെന്ന് അറിയാമോ? ചോർച്ചാ സിദ്ധാന്തം. ആ ടാസ്ക് എന്താണെന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആ ടാസ്ക് കണ്ടിട്ടുണ്ട്. മാത്രമല്ല, നാളത്തെ ടാസ്ക് ലക്ക് കൊണ്ട് മാത്രം ജയിക്കാൻ പറ്റുന്ന ടാസ്ക് ആണോ, വളരെ ഈസി ടാസ്ക് ആണോ, വേഗം കഴിയുന്ന ടാസ്ക് ആണോ? അത് നമുക്ക് എന്തായാലും അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് മനസ്സിലാവും. നാളത്തെ പ്രൊമോ വന്നിരിക്കുകയാണ്, ചോർച്ചാ സിദ്ധാന്തം. അതാണ് നാളത്തെ ടാസ്ക്. ടാസ്ക് എന്താണെന്ന് പറയാം, പ്രൊമോ എന്താണെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. ആദ്യം ഞാൻ എന്താണ് പ്രൊമോയിലെന്ന് പറയാം. പ്രൊമോയിൽ നോറയാണ് ടാസ്ക് വായിക്കുന്നത്. ടാസ്ക് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 9 ചോർച്ചാ സിദ്ധാന്തം. അപ്പോൾ ഈ ചോർച്ചാ സിദ്ധാന്തത്തിൽ നിങ്ങൾ ബാക്കിയുള്ളവരെ പിന്നിലാക്കി നിങ്ങൾ മുന്നിലേക്ക് വരണം. ബിഗ് ബോസ് ചോദിക്കുന്നത് ഉഷാറല്ലേ? ആ ഉഷാറാണ്. എന്നാൽ ഉറക്കെ പറയൂ. അതെ, വ്യക്തമാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാർ പറയുന്നത് കാണിക്കുന്നു. എന്നിട്ട് ഗാർഡൻ ഏരിയയിൽ കുറേ കളങ്ങൾ വരച്ചിട്ടുണ്ട്. ആദ്യം ഒരു വലിയ കളം, അതിനകത്തൊരു ചെറിയ കളം, പിന്നെ അതിനകത്തൊരു ചെറിയ കളം, അങ്ങനെ ഒരു 2-3 സെറ്റോളം കളങ്ങൾ വരച്ചിട്ടുണ്ട്. എന്നിട്ട് വൃത്താകൃതിയിൽ, എന്നിട്ട് ബസ്സിലടിക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഒന്നിന് പിറകെ ഒന്നായിട്ട് ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ഒരു ബലൂൺ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ബാഗുമായിട്ട് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ബലൂണിൽ നിന്ന് ഇങ്ങനെ ബലൂൺ ബലൂണെന്ന് ടെർമോക്കോൾ കെട്ടിയിട്ട് ബലൂൺ എന്നൊരു വായിൽ വന്നോളൂ കേട്ടോ, സോറി. ടെർമോക്കോൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ബാഗിനകത്ത് നിറച്ച് ടെർമോക്കോളാണ്. അതും കൊണ്ട് ഇങ്ങനെ ഇട്ടുകൊണ്ട് എല്ലാവരും ഓടുകയാണ്. ഒരാൾ ഫ്രണ്ടിലുള്ള ആളുടെ ഇങ്ങനെ പിടിച്ച് പറിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഓട് 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 എന്ന് നോറ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കാം. ഇനി ഈ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇത് ഏത് സീസണിൽ എവിടെ കണ്ടതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഇത് ഞാൻ കണ്ടിട്ടുണ്ട് എവിടെയോ, ഏതോ ഒരു ബിഗ് ബോസ് ഞാനിത് കണ്ടിട്ടുണ്ട്. ഈ ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് പല പല റൗണ്ടുകളായിട്ടാണ് നടക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ ഏറ്റവും പുറത്തെ വലിയ കളം 10 പേരുണ്ടല്ലോ. അപ്പോൾ 10 പേര് ഇങ്ങനെ ചുറ്റി നിൽക്കാൻ കണക്കിനുള്ള ഒരു റൗണ്ടാണ് ആദ്യത്തെ റൗണ്ട്. ഈ ആദ്യത്തെ റൗണ്ടിൽ ഇവർ എല്ലാവരും നിൽക്കണം. ഇവരുടെ കയ്യിലുള്ളത് ഈ പറയുന്ന പോലെ ടെർമോക്കോൾ നിറച്ച ഒരു ബാഗാണ്. ടെർമോക്കോൾ നിറച്ച ഒരു ബാഗ് അവർ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ടെർമോക്കോൾ പരമാവധി നമ്മുടെ ഫ്രണ്ടിലുള്ള ആളുണ്ടല്ലോ, നമ്മുടേത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. ബാക്കിയുള്ള ഒരാളുടെ ടെർമോക്കോൾ മൊത്തം കളയുകയും വേണം. അയാളുടെ ബാഗ് ഫുള്ള് കാലിയാക്കണം. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ജിൻഡോയോ അഭിഷേകോ നിൽക്കുകയാണെങ്കിൽ എൻ്റെ മുതുകിലൊരെണ്ണം ഞാൻ കെട്ടിയിട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെ ഞാൻ ഇങ്ങനെ പിറകിൽ ഇങ്ങനെ കൈവച്ച് പ്രൊട്ടക്റ്റും ചെയ്യണം. അതേസമയത്ത് എൻ്റെ ഫ്രണ്ടിലുള്ള ആളുടെ ഞാൻ എന്തോന്ന് ചെയ്യണം, വലിച്ച് പിച്ച് മാന്തി അതിനകത്തുള്ള ടെർമോക്കോൾ മൊത്തവും വെളിയിൽ കളയണം. മനസ്സിലായില്ലേ? അപ്പം ഈ ഫസ്റ്റ് റൗണ്ട് ബസ്സിലടിച്ച് കഴിയുമ്പോൾ ഏറ്റവും കുറച്ച് ടെർമോക്കോൾ ബാഗ് ആരുടെ കയ്യിലാണോ ഉള്ളത്, ടെർമോക്കോൾ മൊത്തവും ചോർന്ന് പോയത്, അല്ലെങ്കിൽ ടെർമോക്കോൾ കുറച്ച് മാത്രം കയ്യിലുള്ളത് ആരാണോ അവർ ഔട്ടാവും. അങ്ങനെ ആദ്യത്തെ ഒരു രണ്ട് റൗണ്ടോളം അവർ ആദ്യത്തെ വലിയ വട്ടത്തിൽ തന്നെ കിടന്ന് കറങ്ങും. അടുത്ത് ആൾക്കാരുടെ എണ്ണം കുറയുമ്പം അകത്തൊരു ചെറിയ വട്ടം ഉണ്ടല്ലോ, ആ ചെറിയ വട്ടത്തിനകത്ത് കയറും. പിന്നെ അടുത്ത് ചെറിയ വട്ടത്തിനകത്ത് കയറും. അവസാനം വരുമ്പോൾ ഇത് ലക്കാണ്. ആദ്യം ഇത് ലക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിലൊക്കെ ലക്ക് പോലെ പോകാനേ പറ്റും. കാരണം എല്ലാവരും ഞെരിങ്ങിയാണ് നിൽക്കുന്നത്. അവസാനം വരുമ്പോൾ 2, 3, 4 ഒക്കെ പേര് വരുമ്പോഴത്തേക്ക് അത് ലക്കല്ല, അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യും പോലെ തന്നെ ഇരിക്കും. തുടക്കമൊക്കെ ലക്കാണെന്ന് പറയാം. നമ്മുടെ പിറകിലൊക്കെ എല്ലാവരും ഇങ്ങനെ അടിങ്ങി നിൽക്കുന്നുണ്ട്. പട്ട എല്ലാം വലിച്ച് കീഴോട്ടിടും. പിന്നീട് അങ്ങോട്ട് ആ പരിപാടി നടക്കത്തില്ല. അത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. തുടക്കം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞാലും കുറേ പേരുടെ അത് പോകും. അപ്പോൾ നാളെ ഒരു ലക്ക് ടാസ്ക്കാണ്. വളരെ പെട്ടെന്ന് ഈ ടാസ്ക് കഴിയും. പെട്ടെന്ന് കഴിയും, വളരെ പെട്ടെന്ന് കഴിയും. ഒത്തിരി ടൈമൊന്നും വേണ്ട. കാരണം പട്ട ഈ ടാസ്ക് അങ്ങ് തീരും. ഇത് ടാസ്ക് 9 ആണ്. ഇനി ടാസ്ക് 10 എന്തെങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൂടി കഴിഞ്ഞ് ടിക്കറ്റ് ഫിനാലെ ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ആർക്കാണ് കിട്ടിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയുവാണെങ്കിൽ നിങ്ങളോട് ഉറപ്പായിട്ടും പറയുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും, ഇന്ന് രാത്രിയിലത്തെ എപ്പിസോഡായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.